Hi, Mrs. Safnas here. ഇപ്പോ മിസ്സിസ് സഫ്നാസ് ആണെങ്കിൽ ഒരു നാൾ ആരായിരുന്നു? ഫ്രണ്ടായിരുന്നു, ഫാമിലി ആയിരുന്നു. ഞാൻ വന്നിട്ട് എൽഡറും ഇവൻ വന്നിട്ട് യങ്ങറും ആണ്. അപ്പോൾ ഒരു മിഡിൽ വേണം. അപ്പൊ എപ്പം ഭയങ്കര കംപ്ലൈന്റ് ആണ്. വലിയ താത്തൊക്കെ എൽഡർ എനിക്ക് ഭയങ്കര ഇത് വരും. കണ്ണെന്ന് പറഞ്ഞില്ലേ, അത്രയും ഓളെ ഭയങ്കര ഒരു ഇത്രയും മെച്യൂരിറ്റി ആയിട്ട് ഇത്ര വലുതായിട്ട് നമുക്ക് ഇപ്പോഴും അതാണ് നമ്മളിത് ഇപ്പോഴും ഓള് നമുക്ക് ചെറുതാണ്. അങ്ങനെ നമ്മളുടെ അഫ്നാസിന്റെയും നദിയുടെയും കല്യാണം അടിച്ചു പൊളിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തല വൃത്തിയൊന്നും ഒരുപാട് അല്ലേ? അഫ്നാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടേ നമുക്ക് പണ്ടേതാ ഉമ്മെല്ലാം ഓന് ഇത്ര ഉള്ളവരും തൊട്ട് കാണുമ്പോൾ അപ്പം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പുതിയ ആളെന്നുള്ളൊരു ഫീലില്ല. ഞാൻ എങ്ങനെയാണ് എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ്. എൻ്റെ ഒരു സ്വഭാവം, എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ഒരുപാട് ക്യാരക്ടർ നല്ലോണം മാറ്റിയൊരു പണ്ടാണ് ഇവൾ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ എൻ്റെ വൈഫായിട്ട് ഞാൻ സെലക്ട് ചെയ്തത്. നമ്മൾ ഈ ഫാമിലിയിൽ തന്നെ എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ഇപ്പൊ ആർക്കെങ്കിലും എന്ത് അഭിപ്രായം ചോദിക്കണമെങ്കിലും ആദ്യം നദി എടുത്തു നദെവിടെയെന്നുള്ള ചോദിക്കാം. रोशनी ही रोशनी है, चार सू जो चार सू, इश्क है ये इश्क है, इश्क है ये इश्क है. तुमसे मिले तो കുറച്ച് സമ്മതിക്കൂല ഒരു ക്യാരക്ടർ, പക്ഷെ ഉപ്പ തടിക്കൂടാന്നാണ് പിന്നെ तुमसे मिले तो देखो शहर में खेलने लगी है साया मेरा है तू और मैं तेरा. तू दिखे या तू दिखे या तू दिखे या ना दिखे, तू तेरी खुशबू तू तू. इश्क है ये इश्क है, इश्क है ये इश्क है, इश्क है ये इश्क है. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എൻ്റെ ഹാപ്പിനെസ് മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡിനെ വേണമെന്നായിരുന്നു എൻ്റെ പണ്ടേ തൊട്ടുള്ള ആഗ്രഹം. മാഷാ അല്ലാഹ്, ഇതുവരെ എനിക്ക് എന്താ ആഗ്രഹം, ഈ മാരേജ് തൊട്ട്